പാനൂരിലെ വിഷ്ണുപ്രിയ കൊലക്കേസിൽ വിധി ഇന്ന്. വിഷ്ണുപ്രിയയുടെ സുഹൃത്ത് ശ്യാംജിത്ത് പ്രതിയായ കേസിൽ തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് വിധി പറയുക. 22-കാരിയായ വിഷ്ണുപ്രിയയെ പട്ടാപ്പകൽ വീട്ടിൽ കയറി ശ്യാംജിത്ത് കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു. 2022 ഒക്ടോബർ 22-നായിരുന്നു നാടിനെ നടുക്കിയ കൊലപാതകം. അർജുൻ കല്യാട് വിശദാംശങ്ങളുമായി. അർജുൻ, ഇന്നാണ് വിധിന്യായം. നികേഷ്, 2022 ഒക്ടോബർ 22-നാണ് പാനൂർ വള്ളിയായി സ്വദേശിയായിട്ടുള്ള വിഷ്ണുപ്രിയയുടെ സുഹൃത്ത് ശ്യാംജിത്ത് കഴുത്തറുത്ത് കൊലപ്പെടുത്തുന്നത്. പട്ടാപ്പകൽ വീട്ടിൽ കയറിയായിരുന്നു ശ്യാംജിത്ത് ഇത്തരത്തിലുള്ള നിഷ്ഠൂരമായൊരു കൊലപാതകം നടത്തുകയും ചെയ്തത്. എന്തായാലും ഇന്ന് കോടതി, തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് ഈ കേസിൽ വിധി പറയുന്നത്. ഏകദേശം കൃത്യമായ രീതിയിൽ കഴിഞ്ഞ 2 ദിവസം മുമ്പ് തന്നെ കോടതി ഈ കേസ് വിധി പറയുന്നതിന് വേണ്ടി പരിഗണിച്ചതായിരുന്നു. ആ സമയത്ത് ഇന്നത്തേക്ക് മാറ്റിവെക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇന്നെന്തായാലും കോടതി വിധി പറയാൻ തന്നെയാണ് സാധ്യതയുമുള്ളത്. എന്തായാലും പരമാവധി ശിക്ഷ നൽകണമെന്നുള്ള കാര്യമാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ അറിയിക്കാൻ വേണ്ടി പോവുക. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ രീതിയിൽ ഒരു ആസൂത്രിതമായിട്ടുള്ള കൊലപാതകം നടത്തണമെന്നുള്ള കൃത്യമായ രീതിയിലുള്ള ഒരു ഇൻറ്റൻഷനോട് കൂടി തന്നെയാണ് പ്രതി ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ എല്ലാം തന്നെ ഈ പ്രതി എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഇതിൻ്റെ ഭാഗമായി പോലീസ് കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും വലിയ തോതിലുള്ള ഒരു കൊലപാതകം, നിഷ്ഠൂരമായിട്ടുള്ള നാടിനെ നടുക്കിയിട്ടുള്ള ഒരു കൊലപാതകമാണ് നടന്നിട്ടുള്ളത്. 49 പ്രോസിക്യൂഷൻ സാക്ഷികളും 40 തൊണ്ടി മുതലുകളും അതിനു പുറമെ 102 രേഖകളും ഇതിൻ്റെ ഭാഗമായി പോലീസ് കോടതിയിൽ സമർപ്പിച്ചിരുന്നു. അതിനു പുറമെ ഈ വിഷ്ണുപ്രിയയെ കൊലപ്പെടുത്തുന്ന സമയത്ത് തന്നെ ഏകദേശം ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് 29 മുറിവുകൾ, അതായത് ഈ വിഷ്ണുപ്രിയയുടെ ദേഹത്ത് കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ 10 എണ്ണം മരണം സംഭവിച്ചതിന് ശേഷമാണ് ഈ വിഷ്ണുപ്രിയയുടെ കൊലപാതകത്തെ മുറിവുകൾ ഉണ്ടാകിയിട്ടുള്ളത് എന്ന കാര്യം കൂടി ഇതിൻ്റെ ഭാഗമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. വലിയ തോതിൽ, അതായത് കൃത്യമായ തോതിൽ ഈ വിഷ്ണുപ്രിയയെ കൊലപ്പെടുത്തണം എന്നുള്ള കാര്യം തന്നെയായിരുന്നു പ്രതി ഉദ്ദേശിച്ചിരുന്നു എന്ന കാര്യം തന്നെയാണ് ഈ കുറ്റപത്രത്തിലും അതുപോലെ തന്നെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കാര്യങ്ങളിലെല്ലാം തന്നെ വ്യക്തമാക്കുന്നത്. ഈ വിഷ്ണുപ്രിയ ആദ്യം തന്നെ ഈ ശ്യാംജിത്തുമായിട്ടുള്ള അടുപ്പമായിരുന്നു, ഇവർ തമ്മിൽ സുഹൃത്തുക്കളായിരുന്നു. എന്നാൽ പിന്നീട് ഇവർ തമ്മിലുള്ള ബന്ധം വഷളാവുകയും അതിനുശേഷം ഇവർ തമ്മിലുള്ള ബന്ധം ഒഴിവാക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് മറ്റൊരു സുഹൃത്തുമായി ഈ വിഷ്ണുപ്രിയ സൗഹൃദത്തിലാവുന്നത്. അതാണ് പകയായി, അല്ലെങ്കിൽ അത്തരത്തിലൊരു പകയായി, വിദ്വേഷമായി ഈ ശ്യാംജിത്തിന് മാറിയിട്ടുള്ളത്. അങ്ങനെയാണ് ഇതൊരു കൊലപാതകത്തിലേക്ക് നയിക്കുകയും ചെയ്തത്. പ്രധാനമായും ഈ കേസിലെ പ്രധാനപ്പെട്ട സാക്ഷി എന്ന് പറയുന്നത് വിഷ്ണുപ്രിയയുടെ ആൺ സുഹൃത്ത്, അതായത് ശ്യാംജിത്തിന് പുറമെ ശ്യാംജിത്ത് ഈ കൊലപാതകത്തിന് അവിടെ എത്തുന്ന സമയത്ത് ഈ വിഷ്ണുപ്രിയ മൊബൈലിൽ വീഡിയോ കോളിൽ ആൺ സുഹൃത്തുമായി സംസാരിക്കുകയായിരുന്നു. അപ്പോൾ ആൺ സുഹൃത്ത് ഈ പറയുന്ന കൊലപാതകത്തിന് വേണ്ടി അവിടെ എത്തിയിട്ടുള്ള ശ്യാംജിത്തിനെ 13 സെക്കൻഡ് സമയം കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ പ്രധാന സാക്ഷി എന്ന് പറയുന്നത് ഈ കേസിൽ വിഷ്ണുപ്രിയയുടെ ആൺ സുഹൃത്താണ്. അതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള പാനൂരിലെ വിഷ്ണുപ്രിയ കൊലക്കേസിൽ വിധി ഇന്നാണ്. വിഷ്ണുപ്രിയയുടെ സുഹൃത്ത് ശ്യാംജിത്ത് പ്രതിയായ കേസിൽ തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് വിധി പറയുക. 22-കാരിയായ വിഷ്ണുപ്രിയ പട്ടാപ്പകൽ വീട്ടിൽ കയറി ശ്യാംജിത്ത് കഴുത്തറുത്തു കൊന്നു എന്നാണ് കേസ്.